നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നവരാത്രി പൂജയുടെ ഒന്നാം ദിനമായ ഇന്ന് ദേവിയെ ശൈലപുത്രി ഭാവത്തിലാണ് ഭക്തർ ആരാധിക്കുന്നത്. ഹിമവന്റെ മകളായതുകൊണ്ടാണ് ദേവിക്ക് ശൈലപുത്രി എന്ന നാമം ലഭിച്ചത്. ശൈലം എന്ന വാക്കിന് പർവ്വതം എന്നർത്ഥം. ഗുരുഭാവം കൂടിയുണ്ട് ദേവിക്ക്. ഗുരുവിനെ ഈശ്വരന് തുല്യമായി ഉപാസിക്കുന്നത് കൊണ്ട് ആദിയോഗിനിയായ ദേവിയെ ഗുരുഭാവത്തിലും കാണുന്നു. മഹായോഗിനിയായ ദേവിയുടെ ജഗന്മാതൃഭാവമാണ് ശൈലപുത്രി. കാരുണ്യവും പരമപ്രേമവുമാണ് ദേവിയുടെ കൃപാഭാവം. ദേവി ശിരസിൽ അർദ്ധചന്ദ്രനെ ധരിച്ചിരിക്കുന്നു. ധർമ്മത്തിൻ്റെ പ്രതീകമായ കാളയുടെ പുറത്താണ് ദേവി ഇരിക്കുന്നത്. കയ്യിൽ ദുഃഖശമനത്തിൻ്റെ പ്രതീകമായ ത്രിശൂലമുണ്ട്. 3 തരം ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നതാണ് ത്രിശൂലം. ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം എന്നിങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് മനുഷ്യർ അനുഭവിക്കുന്നത്. ഈ 3 തരം ദുഃഖങ്ങളിൽ നിന്നും ദേവി നമ്മെ രക്ഷിക്കുന്നു. സായാഹ്നങ്ങളിലെ പൂജയാണ് ശൈലപുത്രി പൂജയ്ക്ക് ഏറ്റവും അനുയോജ്യം. ദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ പൂജിച്ച് ആരാധിക്കുന്നതിനെക്കുറിച്ച് നാളെ മനസ്സിലാക്കാം. തുടർന്ന് ഗുരുവചനം കേൾക്കാം. നൈരാശ്യം പാപമാണ്. പ്രസന്നവദനരായിരിക്കുമ്പോഴാണ് ഈശ്വരൻ പ്രസാദിക്കുക. സ്വാമി വിവേകാനന്ദൻ. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഛന്ദ ശാഖിശിഖാന്വിതൈർദ്വിജവരൈ സംസേവിതേ ശാശ്വതേ സൗഖ്യപാദിനി ഖേദഭേദിനി സുധാസാരൈ ഫലൈർദീപിതേ ചേത പക്ഷിശിഖാമണി ത്യജവൃഥാ സഞ്ചാരമന്യൈരലം നിത്യം ശങ്കരപാദപദ്മയുഗളീ നീടെ വിഹാരം കുരു. അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. എല്ലാവിധ ഭോഗങ്ങളിലും വ്യഥ അലഞ്ഞ മനസ്സാകുന്ന പക്ഷിയോട് ഇനി ശിവപാദാരവിന്ദമാകുന്ന കൂട്ടിൽ വിശ്രമിക്കൂ എന്ന് പറയുന്ന ശിവാനന്ദ ലഹരിയിലെ ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. സൗഖ്യം പ്രദാനം ചെയ്യുന്ന എല്ലാവിധ ദുഃഖങ്ങളും അകറ്റുന്ന മോക്ഷഫലം സൂക്ഷിച്ചിരിക്കുന്ന കൂടാണ് ഭഗവാന്റെ കാലിണകൾ എന്ന് വ്യക്തമാക്കുന്ന ശ്ലോകത്തെക്കുറിച്ച് സ്വാമിജി വിവരിക്കുന്നത് ഇനി കേൾക്കാം. ശങ്കര സ്തോത്രങ്ങളിൽ ശിവാനന്ദ ലഹരിയിൽ
45-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മനസ്സാകുന്ന പക്ഷിയോട് പരമശിവൻ്റെ പാദങ്ങളാകുന്ന കൂട്ടിൽ വിഹരിച്ചോളൂ എന്ന് പറയുന്ന നിലയ്ക്കാണ് സ്തോത്രം ചെയ്യുന്നത്. നമ്മളത് വിശദമായി ചിന്തിച്ചു, കുറച്ചുകൂടി പര്യാലോചിക്കുകയാണ്. ഛന്ദശാഖിശിഖാന്വിതൈർദ്വിജവരൈഃ സംസേവിതേ ശാശ്വതേ സൗഖ്യാപാദിനി ഖേദഭേദിനി സുധാസാരൈർഫലൈദീപിതേ ചേതപക്ഷിശിഖാമണേ ത്യജ വൃഥാ സഞ്ചാരമന്യൈരലം നിത്യം ശങ്കരപാദപത്മയുഗളീ നീടേ വിഹാരം കുരു. ഹേ ചേതപക്ഷിശിഖാമണേ, അല്ലയോ മനസ്സാകുന്ന പക്ഷിശിഖാമണേ, പക്ഷിശ്രേഷ്ഠൻ. അപ്പോൾ സ്വന്തം മനസ്സിനെ അവിടെ പക്ഷിശിഖാമണിയായിട്ട് കൽപ്പിക്കുകയാണ്. മുത്തുപോലെ ശോഭിക്കുന്നത്, അപ്രകാരം പക്ഷി സമൂഹത്തിൽ ശോഭിക്കുന്ന അല്ലയോ എൻ്റെ മനസ്സേ, നിത്യം ശങ്കര പാദപത്മയുഗളീ നീടേ വിഹാരം ഗുരു. നിത്യവും ശങ്കരൻ്റെ പാദപത്മങ്ങളാകുന്ന, ശങ്കരൻ സുഖിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ, സർവ്വലോകത്തിനും ആനന്ദം പ്രദാനം ചെയ്യുന്നവൻ, അങ്ങനെയുള്ള ശങ്കരൻ്റെ, പരമേശ്വരൻ്റെ പാദങ്ങളാകുന്ന പത്മങ്ങൾ, പാദങ്ങളാകുന്ന താമരകൾ, ആ താമരക്കാലിണകളെ നീടമായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്, പക്ഷിക്കൂടായിട്ട്. ആ പക്ഷിക്കൂടിൽ നീ പോയി വിഹരിച്ചു കൊള്ളൂ എന്ന് മാത്രമല്ല, അന്യേഹി അലം, മറ്റുള്ളവ മതി, മറ്റുള്ളവയെ കൊണ്ടിനി ഒരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കിയില്ലേ? പല പല വിഷയങ്ങളിൽ നീ അലഞ്ഞു ഇത്രയും കാലം. ആണിലും പെണ്ണിലും, ധനത്തിലും പദവികളിലും സ്ഥാനമാനങ്ങളിലും എന്ന് വേണ്ട വിവിധങ്ങളായ വിഷയങ്ങളിൽ നീ ഇത്രകാലം അലഞ്ഞ് എന്ത് കിട്ടി? അന്യേഹി അലം, മറ്റുള്ളവ മതി. ത്യജ വൃഥാസഞ്ചാരം, വൃഥാസഞ്ചാരം നീ ഒഴിവാക്കൂ. വെറുതെ കറങ്ങി കറങ്ങി ആയുഷ്കാലം നശിപ്പിക്കുന്നത് നീ ഒഴിവാക്കൂ. ഭഗവാന്റെ പാദ പത്മയുഗളങ്ങളിൽ നിവസിക്കൂ എന്ന് പറയുകയാണ്. എങ്ങനെയുള്ള പാദപത്മയുഗളങ്ങളാകുന്ന നീടമാണ്? മറ്റെല്ലാം വിശേഷണ പദങ്ങളാണ്. പലതിൻ്റെ ഈ അർത്ഥം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ഓർമ്മിപ്പിക്കട്ടെ. ഛന്ദശാഖി ശിഖാന്വിതൈഃ ദ്വിജവരൈഃ സംസേവിതേ, വേദമാകുന്ന വൃക്ഷത്തിലെ അത്യുച്ഛതരങ്ങളായിരിക്കുന്ന ശിഖരങ്ങളോടുകൂടിയ ദ്വിജശ്രേഷ്ഠന്മാരാൽ സംസേവിക്കപ്പെടുന്ന, അപ്പോൾ വേദവൃക്ഷത്തിൻ്റെ അത്യുച്ഛമായ ശിഖരമെന്ന് പറഞ്ഞാൽ ഉപനിഷത്തുക്കളാണ്, വേദാന്ത ജ്ഞാനമാണ്. ആ വേദാന്തങ്ങളോടുകൂടിയ ദ്വിജശ്രേഷ്ഠന്മാരാൽ സേവിക്കപ്പെടുന്നതാണ് ഈ നീടം. അങ്ങനെയുള്ളവരാൽ സേവിക്കപ്പെടുന്ന ശാശ്വതമായ, ഒരിക്കലും നശിക്കാത്ത, മറ്റ് നീ എന്തെല്ലാം ഇത്രയും കാലം തേടി അലഞ്ഞു അതെല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ട് ആ സഞ്ചാരമൊക്കെ മതി. ഇനി ശാശ്വതമായ ഈ നീടത്തിൽ, ഈ പക്ഷിക്കൂട്ടിൽ നീ വിഹരിച്ചുകൊള്ളൂ. എങ്ങനെയുള്ളതിൽ? സൗഖ്യാപാദിനി, സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നതിൽ. ഏതൊരു നീടത്തെ ആശ്രയിച്ചാൽ സകല ദുഃഖങ്ങളും ഇല്ലാതാകുമോ? അതാണ് ഖേദഭേദം ചെയ്യുന്നത്. അങ്ങനെയുള്ളതിൽ സുധാസാരൈഹി ഫലൈഹി ദീപിതേ, അതാണ് നമ്മൾ ചിന്തിക്കാൻ ബാക്കിയുള്ള പദം. സുധ അമൃതമാണ്, സുധ തേനാണ്. ഇപ്പം തേൻ ഒലിക്കുന്ന തരം മധുരയുക്തങ്ങളായ പഴങ്ങൾ നിറഞ്ഞതാണ് ഈ വൃക്ഷം, അഥവാ അങ്ങനെയുള്ളതാണ് ഈ കൂട്. ഇനി താത്പര്യാർത്ഥം പറഞ്ഞാലോ, സുധാശബ്ദത്തിന് അമൃതമെന്നെടുക്കുക. അമൃതസാരം, വേദത്തിൻ്റെ സാരഭൂതമായ അമൃതത്വത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ജ്ഞാനം, മരണരഹിതമായ മുക്തിപദത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന
അങ്ങനെയുള്ള ഫലങ്ങളാൽ, പരിപക്വങ്ങളായ പഴങ്ങളാൽ ശോഭിക്കുന്നതാണ് ഈ നീടം. വേദത്തിൻ്റെ പരം താത്പര്യം മുക്തിയിലാണ്. ആ മുക്തിയെ അമൃതസാരമായിരിക്കുന്ന മുക്തി പഴമായി കൽപ്പിച്ചു. അങ്ങനെയുള്ള പഴങ്ങളാൽ, ഫലങ്ങളാൽ പ്രശോഭിക്കുന്ന ധാരാളമുള്ളതാണ് ഈ കൂട്. ഈ പക്ഷിക്കൂട്ടിൽ അങ്ങനെയുള്ള മോക്ഷഫലമുണ്ട്. പിന്നെ നീ എന്തിനങ്ങും ഇങ്ങും അലയണം? മനുഷ്യനെ ആത്യന്തികമായി ലക്ഷ്യമാക്കുന്ന മുക്തിയാകുന്ന ഫലം ഈ കൂട്ടിൽ വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളതിൽ നീ സമാശ്രയിച്ചാലും ഹേ ചേതപക്ഷി ശിഖാമണേ, വൃഥാസഞ്ചാരം ത്യജ, വെറുതെയുള്ളതിൻ്റെ അലച്ചിൽ നിർത്തൂ. ഈ ഭഗവാന്റെ പാദപത്മയുഗളങ്ങളിൽ നീ പൂർണ്ണമായി സമാശ്രയിച്ചാലും എന്ന് മനസ്സിനോട് പറയുന്ന രീതിയിലാണ് ഇവിടെ ഭഗവത് സ്തോത്രം ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടതെങ്ങനെയാണ്? ആ സമയത്ത് ഒരു ഭക്തൻ്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിത്യതയിലുണ്ടാകേണ്ടുന്ന വൈശേഷികമായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തൻ എങ്ങനെയാണ് ഒരു ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഓരോ ദേവന്മാരെയും തൊഴേണ്ടത് എന്ന് പറയുന്നൊരു സങ്കല്പത്തെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ദേവൻ നമ്മളുടെ വലതുവശത്ത് വരുന്ന വിധത്തിൽ പ്രദക്ഷിണം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു സമ്പ്രദായത്തിൽ, ആ തലത്തിലാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. നാലമ്പലത്തിന് പുറത്തുകൂടി ദേവനെ പ്രദക്ഷിണം ചെയ്യുകയാണ് ആദ്യമായിട്ട് വേണ്ടുന്നത്. പൂർണ്ണമായ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട്, ദേവൻ്റെ വിശേഷമായ ധ്യാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, നാലമ്പലത്തിന് പുറത്ത് ഉപദേവന്മാരുണ്ടെങ്കിൽ ആ ഉപദേവന്മാരെയൊക്കെ ദർശിച്ച് തൊഴുത ശേഷം പതുക്കെ പ്രദക്ഷിണമായി വളരെ സമയമെടുത്ത് ചിട്ടയോടുകൂടി, ഒട്ടും ധൃതി വയ്ക്കാതെ, ഒരു ഗർഭിണി എങ്ങനെയാണോ, ആസന്നപ്രസവയുക്തയായിട്ടുള്ള ഗർഭിണി എങ്ങനെയാണോ നടക്കുന്നത്, ആ തരത്തിൽ വേണം ഒരു ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം ചെയ്യാൻ എന്നുള്ളതാണ് സങ്കല്പം. പുറത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് മണ്ഡപത്തിൻ്റെ മുന്നിലെത്തി ഭഗവാനെ ഒന്ന് തൊഴുത് ആ ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കി വരിക. അവിടെയും ഇതേ ക്രമത്തിൽ ഭഗവാൻ നമ്മുടെ വലതുവശത്തേക്ക് വരുന്ന വിധത്തിൽ, ശ്രീകോവിൽ നമ്മുടെ വലതുവശത്ത് എന്ന ക്രമത്തിൽ തന്നെ പ്രദക്ഷിണം പൂർത്തിയാക്കുക. പരിവാരങ്ങളെ ഉൾപ്പെടെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത്. അതായത് ദേവനോട് ചേർന്നിട്ടുള്ള പരിവാരങ്ങൾ, ദേവൻ്റെ പരിവാരങ്ങളാണ്. അവരെയൊക്കെ ഈ ഒരൊറ്റ പ്രദക്ഷിണത്തിൽ, ചില സ്ഥലങ്ങളിൽ ചിലരെങ്കിലും ഈ പരിവാര ദേവന്മാർക്ക് പ്രത്യേകം പ്രദക്ഷിണം ചെയ്യാനൊക്കെ പുറപ്പെടുന്നത് കാണാറുണ്ട്. അതൊന്നും ചെയ്യേണ്ടതില്ല. ദേവനെ പ്രദക്ഷിണം വയ്ക്കുന്നതോടുകൂടി തന്നെ ഈ പരിവാരങ്ങളെ മുഴുവൻ ദർശിച്ച, അല്ലെങ്കിൽ ഈ പരിവാരത്തെ കൂടി പ്രദക്ഷിണം ചെയ്ത ഫലം കിട്ടും. അതുകൊണ്ട് പരിവാരങ്ങളെ കൂടി നമ്മളുടെ പ്രദക്ഷിണ വീതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന വിധത്തിൽ അവരെയും കൂടി കവർ ചെയ്യുന്ന വിധത്തിൽ വേണം നമ്മൾ പ്രദക്ഷിണം വയ്ക്കേണ്ടത്. അങ്ങനെ പ്രദക്ഷിണം വെച്ച് പ്രധാനമായിട്ടുള്ള ദേവൻ്റെ മൂർത്തിയുടെ ശ്രീകോവിലിൻ്റെ മുന്നിൽ സോപാനത്തിൻ്റെ തൊട്ട് താഴെ അവിടെ വന്നു നിന്ന് പൂർണ്ണ പ്രാർത്ഥനയോടുകൂടി ദേവനെ മനസ്സ് നിറച്ച് ഒന്ന് കണ്ട ശേഷം പൂർണ്ണമായി അകത്തേക്ക് ഒപ്പിയെടുക്കുക എന്ന് പറയും. യഥാർത്ഥത്തിൽ അവിടെ ദർശിക്കുന്നത് നമ്മളുടെ തന്നെ ഹൃദയവർത്തിയായിട്ടുള്ള ഈശ്വരനെ ബിംബത്തിൽ പ്രതിബിംബിച്ച് കാണുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത്. ആ ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത് ആന്തരികമായി നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതിന്. ആ സമയത്ത് ഇത്തരത്തിലുള്ള വിശേഷമായ മന്ത്രങ്ങൾ, നമുക്കറിയാവുന്ന മന്ത്രങ്ങളും ധ്യാനങ്ങളും ഒക്കെ ചൊല്ലി ഭഗവത് സ്വരൂപത്തെ പൂർണ്ണമായും ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് തൊഴുത് നമസ്കരിക്കാൻ സാധിക്കുന്ന പക്ഷം നമസ്കരിച്ചുകൊണ്ട് ഭഗവത് സാമീപ്യത്തെ പൂർണ്ണമായി അനുഭവിക്കുക എന്നുള്ളതാണ് ഒരു ക്ഷേത്ര ദർശനത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അവസാനമായി ദീപാരാധനയാണ്. നമോ നമസ്തേ
सरस्वती नमो नमस्ते सरस्वती. ഇന്ന് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും അനന്തപുരിയിലെ കൊട്ടാരക്കെട്ടുകളിലേക്ക് ഒരു കാലഘട്ടത്തിലെ രാജവാഴ്ചകളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് അതിരുകളില്ലാത്ത ഒരു കാറ്റ് സദാ വീശിക്കൊണ്ടേയിരിക്കുന്നു. കൊട്ടാരക്കെട്ടുകൾക്ക് മുന്നിലെ മരങ്ങളുടെ ഇലകളിലുരുമ്മി കാറ്റ് ചരിത്രകഥകൾ പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ രാജകഥകൾക്ക് സാക്ഷ്യം വഹിച്ച വൃക്ഷങ്ങളുടെ ഉൾക്കാഴ്ചകളിൽ രാജസദസ്സുകൾ ഉണരുകയായി. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ മണ്ണായിരുന്ന കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്തിൽ നിന്നും എല്ലാ വർഷവും അനന്തപുരിയിലേക്ക് എത്തുന്ന നവരാത്രി ഘോഷയാത്ര ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആത്മീയ ഉത്സവം മാത്രമല്ല, ഗൃഹാതുരതയുടെ ആനന്ദോത്സവം കൂടിയാണ്. നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ഈ നവരാത്രി ഘോഷയാത്രയ്ക്ക് ഇന്നും ഭൂമിശാസ്ത്രത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതിരുകളില്ലാതെ രാജകീയ വരവേൽപ്പോടുകൂടി തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലായി വേർതിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഇവർ ഒരുമിച്ച് ആഘോഷിച്ച് ആത്മീയ നിർവൃത്തി അടയുന്നു. പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചിരുന്ന സരസ്വതി വിഗ്രഹത്തിനെയാണ് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള ചൊക്കിട്ട മണ്ഡപത്തിലേക്ക് എത്തിക്കുന്നത്. ചൊക്കിട്ട മണ്ഡപം നവരാത്രിക്ക് സരസ്വതി ക്ഷേത്രമായി മാറുന്നു. ആനപ്പുറത്തേറി വരുന്ന സരസ്വതി ദേവിക്കൊപ്പം വെള്ളിക്കുതിരപ്പുറത്ത് കുമാരസ്വാമിയും പല്ലക്കിൽ 300 ദേവിയും വരുന്നുവെന്നാണ് മറ്റൊരു പ്രത്യേകത. സരസ്വതി വിഗ്രഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്പരാമായണം എഴുതിയ കമ്പര് ആരാധിച്ചു പോന്ന വിഗ്രഹമായിരുന്നു അത്രേ. കമ്പരുടെ കയ്യിൽ നിന്നും വിഗ്രഹം ചോള രാജാക്കന്മാരിൽ എത്തിച്ചേരുകയും പിന്നീടത് തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വന്തമാക്കുകയും ചെയ്യുകയായിരുന്നു. മാർത്താണ്ഡവർമ്മ പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിലെ ദേവിയായി പ്രതിഷ്ഠിച്ചാരാധിച്ചിരുന്ന സരസ്വതി ദേവിയെയും സ്വന്തം രാജ്യത്തെയും ശ്രീപത്മനാഭന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും നവരാത്രി നാളുകളിൽ ദേവി പത്മനാഭന് മുന്നിൽ എത്തുന്നതും. ദൈവഹിതങ്ങളെ മറികടക്കുവാൻ ഒരധികാരങ്ങൾക്കും അധിനിവേശങ്ങൾക്കും കഴിയില്ലല്ലോ. അങ്ങനെ നൂറ്റാണ്ടുകളായി അനന്തപുരിയിലെ മക്കൾക്ക് ദർശനപുണ്യമായി ദേവി എഴുന്നള്ളുന്നു. അനന്തപുരിയിലെ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുന്നത് പോലും കേരള മണ്ണിലേക്ക് ഘോഷയാത്ര സ്പർശിക്കുമ്പോൾ മുതലാണ്. വേളിമല കുമാരകോവിലിൽ നിന്നാണ് കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്ത് കൊണ്ടുവരുന്നത്. ശുചീന്ദ്രത്തിൽ നിന്നും 300 നങ്കയും പല്ലക്കിലേറി അങ്ങനെ 3 ദൈവങ്ങളെയും തോളിലേറ്റി ഭക്തജനങ്ങൾ നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ആത്മീയ സംസ്കാരം നിലനിർത്തുന്നതിനായി ഏകതാളത്തിൽ ലയിച്ചു ചേർന്ന് ജന്മനിയോഗങ്ങളുടെ കൂടിച്ചേരലുകളാകുന്ന ഈ യാത്രയെ വരവേൽക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തമിഴ്നാട് മുതൽ കേരളം വരെയുള്ള ഘോഷയാത്രാ വീഥികളിൽ കാത്തു നിൽക്കുന്നത്. ശുചീന്ദ്രത്തിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര പാറശാല കഴിഞ്ഞ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് നേമത്തെത്തിച്ചേരുമ്പോൾ ഘോഷയാത്രയ്ക്ക് കേരള ഗവൺമെൻറ്റും മറ്റധികാരികളും ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുന്നു. തുടർന്ന് ഘോഷയാത്ര കരമനയിലെത്തുമ്പോൾ രാജവാഴ്ചയുടെ സർവ്വപ്രതാപങ്ങളും നിലനിർത്താനെന്ന പോലെ കുതിരകളുടെ അകമ്പടിയോടുകൂടി പോലീസ് സേനയും പ്രധാനപ്പെട്ട അധികാരികളും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ഘോഷയാത്രയിൽ പങ്കുചേരുന്നു. തുടർന്ന് രാജപ്രതിനിധിയായി നിൽക്കുന്നയാൾ മാർത്താണ്ഡവർമ്മയുടെ ഉടവാളുമേന്തി ഘോഷയാത്ര പൂർവാധികം ഗംഭീരമായി ചൊക്കിട്ട മണ്ഡപത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ 2 സംസ്ഥാനങ്ങൾ ഒരു രാജ്യമാകുന്നു. അനന്തപുരിയുടെ വീഥികൾ രാജവീഥികളുമാകുന്നു. നവരാത്രി ഘോഷയാത്രയിൽ വേളിമലയിൽ നിന്ന് വെള്ളിക്കുതിരപ്പുറത്തേറി വരുന്ന കുമാരസ്വാമിക്ക് ചൊക്കിട്ട മണ്ഡപത്തിൽ നിന്ന് സരസ്വതി ദേവി നവരാത്രി പൂജ കഴിഞ്ഞ് മടങ്ങും വരെ ഇവിടെയാണ് ഇരിപ്പിടം. കുമാരസ്വാമിയെ വരവേൽക്കുവാനായി വാത്സല്യാമൃത വർഷിണിയായി ആര്യശാല ദേവി ഇരിക്കുന്നുവെന്നാണ് വിശ്വാസം. കാരണം
ദേവിക്ക് കുമാരസ്വാമി മകനെ പോലെയാണ്. വെള്ളിക്കുതിരയെ പുറത്തിരുത്തി ഭക്തജനങ്ങൾക്ക് ദർശനമേകി കുമാരസ്വാമിയെ ദേവിക്ക് മുന്നിൽ പൂജയ്ക്കായി എടുക്കുന്നതോടുകൂടി ആര്യശാല ദേവീക്ഷേത്ര ദർശനം ഈ നവരാത്രി കാലത്ത് ഭക്തജനങ്ങൾക്ക് ദേവിയുടെയും ദേവന്റെയും ദർശന പുണ്യവും സകല സൗഭാഗ്യങ്ങളും നൽകുന്നു. സദാ പുഞ്ചിരി തൂകി അമൃതമായ സ്നേഹത്തിന്റെ സ്വരൂപമായി നിൽക്കുന്ന ദേവിക്ക് മുന്നിൽ കുമാരസ്വാമി എത്തുന്നതോടുകൂടി ദേവി കടലോളമുള്ള തന്റെ മാതൃസ്നേഹമാണ് കുമാരസ്വാമിക്ക് പകർന്നു നൽകുന്നത്. ദേവിയും കുമാരസ്വാമിയും അമ്മയും മകനുമായി വിരാജിക്കുന്ന ഈ ദിവ്യമുഹൂർത്തത്തിൽ ഇവിടുത്തെ സർവ്വചരാചരങ്ങളിലും വാത്സല്യം കിനിയുന്നു. അങ്ങനെ നവരാത്രി ആഘോഷങ്ങളിൽ ആര്യശാല ദേവീക്ഷേത്രവും കുമാരസ്വാമിയുടെ ദിവ്യ ചൈതന്യത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ചൊക്കിട്ട മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ ഇരുത്തി ആര്യശാല ദേവീക്ഷേത്രത്തിൽ കുമാരസ്വാമിയെയും എത്തിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് യാത്ര. ഇവിടെ പല്ലക്കിൽ എഴുന്നള്ളുന്ന 300 നങ്കയെയും എത്തിക്കുന്നതോടുകൂടി അനന്തപുരി പൂർണ്ണമായും നവരാത്രി ആഘോഷങ്ങളിലേക്ക് ലയിച്ചു ചേരുന്നു. ദക്ഷിണ തിരുവിതാംകൂറിൽ കളമെഴുത്ത് പാട്ടിന് ചൊല്ലാറുള്ള ഭദ്രാവതാരം പാട്ടിൽ ചെന്തിട്ട വാഴുന്ന അമ്മയെ പ്രകീർത്തിക്കുന്നുണ്ട്. ദേവി ശരണം പോകുന്നവരെയെല്ലാം സന്തുഷ്ടയായി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. പൂമരത്തിലെ പൂമണം വീശുന്ന മന്ദമാരുതൻ ഭക്തജനങ്ങളെ തിരുസന്നിധിയിലേക്ക് ആകർഷിക്കുന്നു. ഇങ്ങനെയുള്ള പാട്ടിലെ ആശയസമ്പുഷ്ടമായ ശീലുകൾ ചെന്തിട്ട ക്ഷേത്രത്തിൻ്റെ പൗരാണികതയെയും ശക്തി ചൈതന്യത്തെയും വിളിച്ചറിയിക്കുന്നതാണ്. വിജയദശമി ദിനത്തിൽ ചൊക്കിട്ട മണ്ഡപത്തിൽ നിന്നും സരസ്വതി ദേവിയെ പൂജപ്പുര മണ്ഡപത്തിലെത്തിച്ച് ആരാധന നടത്തുന്നു. ഇവിടെ പ്രശസ്തമായ നവരാത്രി സംഗീതാർച്ചനയും നടത്തുന്നു. നവരാത്രി കഴിഞ്ഞ് ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം ദ്വാദശിയിലാണ് ദേവി തിരികെ പത്മനാഭപുരത്തെ തേവാരക്കെട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. അന്ന് അനന്തപുരിയിലെ ഭക്തജന ഹൃദയങ്ങൾ തിരികെ പോകുന്ന തങ്ങളുടെ സ്വന്തം ദേവിയെ ഉള്ളിലെ സങ്കടങ്ങൾ ഒതുക്കി യാത്രയാക്കുന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയം കൈവരിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുമ്പോൾ അടുത്ത നവരാത്രിയെ വരവേൽക്കുവാനുള്ള കാത്തിരിപ്പുമായി അനന്തപുരിയും ധ്യാനത്തിലാവുന്നു. ഒരിക്കൽ ഒരു രാജ്യമായിരുന്ന ഭൂപ്രകൃതി ഇന്ന് 2 സംസ്ഥാനങ്ങളായി വേർതിരിയുമ്പോഴും 2 നാടുകളിലും വീശുന്ന കാറ്റ് ഒന്നു തന്നെയാണ്. എന്ന് വേണ്ട, ഈ ഭൂമിയിലെ ആകാശവും നക്ഷത്രങ്ങളും ഒന്നു തന്നെയാണ്. അങ്ങനെ ഏകതയുടെയും ഏകലോകത്തിൻ്റെയും സന്ദേശം കൂടിയാണ് ശുചീന്ദ്രത്തു നിന്നും അനന്തപുരിയിലേക്ക് കടന്നുവരുന്ന സരസ്വതി ദേവിയും കുമാരസ്വാമിയും 300 നങ്കയും നമുക്ക് പകർന്നു നൽകുന്നത്. നമോ നമസ്തേ സരസ്വതി.